ഈറ്റ ഒരു ഊഞ്ഞാൽ ഉമ്മളവിടെ വാങ്ങാൻ കേട്ടോ. ഇന്നോ എന്താ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈറ്റ ഒരു ഊഞ്ഞാൽ. കേക്ക് ഒരു കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് ആയിരിക്കും അല്ലേ? ഇന്നോ മാഷാ അല്ലാ, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടാ. തീരെ പ്രതീക്ഷിച്ചില്ലേന്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നലെ നമ്മൾ യാത്ര ചെയ്യുന്നതൊക്കെ കണ്ട് പുരയിലേക്കും അല്ല വന്നത്, എടുത്തേക്കാ വന്നതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും. ഇല്ലല്ലേ? പലർക്കും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഏകദേശം ഒരു 90% ആൾക്കാർക്കും അറിയായിരിക്കും നമ്മൾ എടുത്തേക്കാ വന്നതെന്ന്. അത് തന്നെ, നമ്മൾ പ്രസവ സുരക്ഷാ കേന്ദ്രത്തിലാണുള്ളത്. പെരിന്തൽമണ്ണയാണ് കേട്ടോ. ലാസിമാസ് ആവിസെന്ന ആയുർവേദിക് സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നിൽ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിന്നുവിനൊരു 3 മാസമുള്ള സമയത്ത് ബുക്ക് ചെയ്തതാണ് ഇവിടെ. പിന്നെ നമ്മൾ കുറച്ചൊരു 10-15 ദിവസം അവിടെ തന്നെ നിന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞല്ലോ, ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ നമ്മൾ അവിടെ തന്നെ നിന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഇനിയിപ്പോൾ സിസേറിയൻ ആയതുകൊണ്ടും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാനാവില്ല എന്നും പലരും പറഞ്ഞു. അപ്പോൾ കുറച്ചങ്ങനെ നിന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി എത്തി, നല്ല ടയേർഡായതുകൊണ്ട് എല്ലാവരും ഉറങ്ങി. ഇപ്പോൾ വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ അടുത്ത കൂടുതൽ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാത്രമല്ല ഇവരെന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് നല്ല ക്ലോസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. കാരണം മിന്നുവിൻ്റെ ഒക്കെ മനസ്സ് ഇവളോടൊക്കെ കാര്യങ്ങളൊക്കെ ഇവരത്രയും ഓട്ടോ പോട്ടെ പോയി മൈക്കില്ലാത്തതുകൊണ്ട് വലിയ മെനക്കേടാണ്. ഇത് മൈക്ക് വാങ്ങണം ഇൻഷാ അല്ലാ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാസിമ ഡോക്ടർ ഉണ്ടല്ലോ ഇവിടുത്തെ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വിളിക്കും മിന്നുവിനെയൊക്കെ. അപ്പോൾ പലതും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ പ്രഗ്നൻസി സമയത്ത്. അപ്പോൾ ഒക്കെ വിളിച്ച് നല്ലോണം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നല്ല ഓളും ഒരു ഭയങ്കര ലാസിമ ഡോക്ടറേറ്റൊക്കെ ഭയങ്കര ക്ലോസ് ആണ്. കാരണം ഇവിടെ വരുമ്പോൾ ഒരു പ്രസവ ശുശ്രൂഷ കേന്ദ്രത്തിൽ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മളെ വീട്ടിൽ പോയിരുന്ന അതേ വൈബിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ നമുക്കിന്ന് ഉള്ളിലേക്ക് പോയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. മിന്നും കുഞ്ഞ് ഇത്രയും നേരം കരച്ചില്ലേനു കേട്ടോ. ഇന്ന് തീരെ അവൻ പകലൊന്നും ഉറങ്ങിയില്ല. സ്ഥലം മാറിയതിൻ്റെ ഒക്കെ ആയിരിക്കും. ഞാൻ കുറേ താരാട്ടൊക്കെ പാടിക്കൊടുത്ത് ഇപ്പം കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സെൻറ്റർ. നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണിത്. കുറച്ച് പെരിന്തൽമണ്ണ അങ്ങാടിയിലൊന്നുമല്ല, കുറച്ച് ഇങ്ങോട്ടേക്ക് വരണം. അതുകൊണ്ട് വലിയ ബഹളങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി കാറ്റുണ്ടാവും ഏത് സമയത്തും. ഇതാണ് ഇവിടുത്തെ. ഇവിടെ മുകളിലും താഴത്തൊക്കെ ആയിട്ട് ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ. നമ്മൾ താഴത്താണ്. ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. മിന്നുമല്ല അവിടെ ഉണ്ട്. ഇവിടെ ഒരു ഭയങ്കരമായ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. നമുക്കൊരു വെൽക്കം, ഒരു കേക്കൊക്കെ മുറിക്കണം, ഒരു വെൽക്കത്തിൻ്റെ ഇതൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഉപ്പാനെ കൊണ്ട് ഇങ്ങനെ എഴുതിക്കുകയാണ് ഡോക്ടർ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഉപ്പയാണ്, കലാകാരനാണ് കേട്ടോ. ഹംസ മിന്നു എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇതെവിടെ ഇത് ബാക്ക്ഗ്രൗണ്ട്? സൂപ്പറായിക്ക്. കറക്റ്റ് വീഡിയോ കിട്ടിക്കത്. ഇതാണ് സൂപ്പറായ. ഇനി ഒരു കാര്യം ചെയ്യാം, എന്തായാലും ബാക്ക്ഗ്രൗണ്ട് വേണ്ട. നമുക്കിവിടെ ഒക്കെ ഈ ഊഞ്ഞാലിൽ ഇരുന്നുകൊണ്ട് കേക്ക് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ തെറാപ്പിസ്റ്റുകളാണ് കേട്ടോ. പേര് ഇതാണ് നമ്മളെ ലാസിമ ഡോക്ടർ. ഹായ്. അപ്പോൾ കുറേ ആയിട്ടുള്ള പരിചയമാണെങ്കിലും നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത് അല്ലേ? അതെ. നമ്മൾ ഇന്നലെ കുറച്ച് ലേറ്റ് ആയല്ലോ ഇവിടെ എത്താൻ. അപ്പോൾ റൂമിൻ്റെ അവിടെ എവിടെ ആയിട്ടൊക്കെ ബലൂണൊക്കെ നിങ്ങൾ തൂക്കിയായിരിക്കും അല്ലേ ഇന്നലത്തെ പരിപാടി ഫ്ലോപ്പായി പോയി. രാത്രിയായല്ലോ, 8-9 മണി കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളാൾ ഭയങ്കരമല്ലോ. ഇതിലെന്ത് സിമ്പിളായിട്ട് എഴുതുന്നത്. പണ്ട് നിങ്ങളെ പരിചയമാണെങ്കിൽ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ അസൈൻമെന്റ് എഴുതിക്കാനു അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി ഒരു കിണറൊക്കെ ഉണ്ട്, ശുദ്ധമായ വെള്ളം. ഓ, ഇതിൻ്റെ ഇത്ര ആയുള്ള കിണറല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി വരാം. അവലെ അവിടെ അതൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ റൂം. പിന്നോ എന്താ മകളെ, ക്ഷീണത്തിലാണോ? ഇപ്പോൾ ഉറങ്ങി എണീച്ചതിൻ്റെ ഒരു മൂഡിലാണുള്ളത് അല്ലേ? ഉറക്കൊക്കെ കുറവാല്ലേ? കുഞ്ഞിനെ ഇപ്പോൾ നമ്മളങ്ങ് ഉറക്കിയതാണ്. അപ്പോൾ നമുക്കവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ
എന്താ കേക്ക് തന്നുണ്ട് നമുക്ക്? ആ ചെറിയ കഷ്ണം എനിക്ക് തരൂ. ചായ കുടിച്ചോ? അപ്പോൾ ചായ ഒക്കെ കുടിച്ച് ഓളങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വാ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നോ? നല്ല ഊഞ്ഞാലുണ്ട് അവിടെ കേട്ടോ. നമുക്ക് ഊഞ്ഞാലാടിയാലോ? ഊഞ്ഞാലും ഉണ്ട്, പുറത്തിരിക്കാൻ നല്ല വൈബാ, നല്ല നല്ല കാറ്റൊക്കെ ആവുന്നുണ്ട്, പ്രശ്നമില്ല. അവിടെ തകൃതിയായ സെറ്റിങ്ങാ. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. കാറ്റടിക്കുമ്പോൾ അതങ്ങ് പറന്നു പോകും. ഒരു പിന്നെയും ക്ലിപ്പ് കുത്തു, കാറ്റടിക്കുമ്പോൾ അത് പോവും. മറ്റേ നമ്മൾ ഊഞ്ഞാലുണ്ടല്ലോ, ഊഞ്ഞാലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സെറ്റാക്കുന്നതാണ് അത്. ഇവിടെ ഹെയർ പാക്ക്, ഹെയർ മസാജ് അതൊക്കെ ഉണ്ട്. ഇനി നാളെ മുതൽ തുടങ്ങും. അത്യാവശ്യം എനക്കും ഒന്ന് ഫേഷ്യൽ ചെയ്ത് തരാൻ പറഞ്ഞാലോ? എന്താ പ്രസവ ശുശ്രൂഷ ആണുങ്ങൾക്ക് കിട്ടൂല? എനക്കൊന്ന് ലുക്കായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിന് ഇവിടുന്ന്. എന്താ ഇറങ്ങിക്കോളാം, മോനിറങ്ങാം അല്ലേ? അപ്പോൾ ഇതാ ഇപ്പോൾ എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് വേഗം കുറച്ച് വീഡിയോ എടുക്കാമല്ലോ. അഞ്ച് ചെരുപ്പ് എവിടെയാണോ ഉള്ളത്? ഇങ്ങോട്ടോ. അപ്പോൾ ഞാനും മിന്നുവിൻ്റെ ഉമ്മയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വലിയ ദൂരം ഇല്ലല്ലോ, ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ ആണ് നമ്മുടെ വീട്ടിലേക്കുള്ളത്. അപ്പോൾ അവിടെ എപ്പോൾ ഒരു പിന്നെ ഇളങ്കാറ്റുണ്ട് കേട്ടോ. അല്ലേ? ഇവിടെ വന്നിറങ്ങി. പിന്നെ മുട്ടയൊക്കെ പൊട്ടിപ്പോയോ അത് വീഡിയോയിൽ കാണിച്ചില്ലേനും. പിന്നെ അവിടെ നിന്നുള്ള വിത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് മുട്ട തന്നേനു. അപ്പോൾ മുട്ടയാണെന്ന് അറിയാണ്ട് എടുത്തപ്പോൾ പൊട്ടിപ്പോയില്ലേ. നാടൻ മുട്ടയേനു കേട്ടോ. ഇവിടെ ആവശ്യമില്ല, അവിടെ ഇവലൊക്കെ ഉണ്ടാവും. എന്നാലും എനക്ക് പോയി തിന്നാൻ വേണ്ടിയിട്ടാണ്, ഇവക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് ശേഷം അങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ, ശരിയായിട്ട്. ഇനി എന്താ പറയുന്നത്? അപ്പോൾ അവിടെ തകൃതിയായ പരിപാടി നടക്കുക. നമുക്കൊന്ന് അങ്ങോട്ട് നോക്കിയാലോ? വാ. ഇവിടെയൊക്കെ ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒരു പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ആ ഊഞ്ഞാല പോലെ എടുത്ത ഉപ്പ ഭയങ്കര കലാകാരനാണ്. ഡോക്ടറെ ഭയങ്കരമായ രീതിയിലൊക്കെ ഇവിടെ മിന്നുന്നൊക്കെ എഴുതിക്ക്. എന്തെങ്കിലും എഴുതാനുണ്ടെ വിളിച്ചാൽ മതി കേട്ടോ. ഭയങ്കര ആർട്ടിസ്റ്റാ. മാഷാ അല്ലാ. എന്തായാലും ഇവിടെ നിന്ന് കാണാനല്ല. ഇതങ്ങോട്ട് നമുക്ക് ഇവിടെ ഒരു ശാന്തമായ ഒരു ഏരിയ ഇത് മെയിനായിട്ട്. അങ്ങനെ അടുത്തടുത്ത് വീടുകൾ, അങ്ങനെ ഒരു വീടുള്ള ഒരു ഏരിയ അല്ല. പെരിന്തൽമണ്ണയ്ക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. 1.5-2 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിലുണ്ട്. കാറ്റുണ്ട്. നമ്മളെ ഹോസ്പിറ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ ആയില്ല നിൽക്കുന്നത്. ഇപ്പോൾ ഒരു എന്ത് തോന്നുന്നു, ഒരു റിലാക്സ് ഉണ്ടാ. സുഖചികിത്സ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് സുഖിക്കുക. അതാണ്. ഒരു പണിയും എടുക്കാണ്ട് ഇവർ തരുന്നതെന്ന് തിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലാടി നിൽക്കുക അല്ലേ? അതാണ് പ്രസവ ശുശ്രൂഷ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ പറയുക, എനിക്ക് ഈ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും കുറച്ച് സുരക്ഷ കിട്ടണം. എന്താ 9 മാസം നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുന്നില്ലേ? അതുകൊണ്ട് ഒരു ഫേസ് മസാജും കുറച്ച് പിന്നെ കഷായം വേണ്ട, വേറെ ഇവള് പറഞ്ഞേക്കണം നിങ്ങൾക്ക് ആടുന്ന് കഷായം എനക്ക് തരുമ്പോൾ 1 ഗ്ലാസ് നിങ്ങൾക്കും തരണം, അത് എന്നിട്ട് നിങ്ങൾ വന്ന് പഠിക്കണം അതൊക്കെയാണ്. ഇനി പറഞ്ഞല്ല അങ്ങനെ എന്ത് എന്താ അറിയാനാ മകളെ, ഉറക്ക കുറവായോണ്ടാ. എനിക്ക് ഇന്ന് കുറച്ച് ഉറങ്ങിയില്ല, കുഴപ്പമില്ലല്ലോ. ഉമ്മാടെ ഉണ്ട്, കുഞ്ഞുറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ എപ്പോൾ അവൻ എണീക്കാന്ന് അറിയാലോ അല്ലേ? പിന്നോ ഇവിടെ പോസ്റ്ററൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽക്കം ബേബി ഓഫ് ഹംസ മിന്നു. ബേബി ഇപ്പോൾ ഉറങ്ങുന്നതായതുകൊണ്ട് ബേബീനെ ഇപ്പോൾ കൊണ്ടുവരണോ? കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീറ്റോട്ടെ അല്ലേ? അതെ. ഈറ്റാ ഒരു ഊഞ്ഞാൽ ഉമ്മളവിടെ വാങ്ങണം കേട്ടോ. ഇന്നോ എന്താ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈറ്റ ഒരു ഊഞ്ഞാൽ. ഇത് പൊട്ടുമൊന്നുമില്ല, നല്ല സ്ട്രോങ്ങാ. അതിന് ഇനി പേടിക്കണ്ട, ഇതൊന്നും ആവില്ല. ഇതെല്ലാം നല്ല അതങ്ങനെ ഉണ്ടാവും. 2 ആളിരിക്കുമ്പോൾ പിന്നെ ഉണ്ടാവുകയല്ലേ. ഇതിപ്പോൾ അധികം പോരെ. ഞാനാകെ 35 കിലോ അല്ലേ ഉള്ളൂ.
ഈറ്റാലി പിന്നെ ഊഞ്ഞാലിപ്പോൾ അധിക പുരയിലുണ്ട് കേട്ടോ അല്ലേ? ഈ പുരയിലില്ലേ? നമുക്ക് ഈറ്റ വന്ന് വാങ്ങണം നമ്മളെ അടുത്ത. പക്ഷേ ഇതുപോലെ ഷീറ്റിട്ടാലേ വാങ്ങാൻ പറ്റൂ, ഇല്ലെങ്കിൽ പറക്കുന്ന വെയിലത്ത് ഒരു നാടേണ്ടി വരും അല്ലേ? ഇവിടെ കുറേ കിണറുണ്ട് കേട്ടോ. ഇവിടെ ഒരു കിണറുണ്ട്, അപ്പുറത്തും ഒരു കിണറുണ്ട്. അത് ഇവിടെ അത്രയും റൂംസ് ഉണ്ടല്ലോ. അപ്പോൾ ലേശം ആടിയില്ലേ? ഇനി എണീച്ചു കേക്ക് തിന്നാ. കേക്കും തിന്ന് വീഡിയോ എടുത്ത് കഴിയുമ്പോഴേ തിരക്കായിട്ടല്ല, കുഞ്ഞിപ്പോൾ എണീക്കും പാല് കൊടുക്കാനായി ഇല്ലേ? അതുകൊണ്ടാട്ടോ. ഞാനിപ്പോൾ എൻ്റെ ചിന്തകളിപ്പോൾ എന്തെങ്കിലും അങ്ങ് തിന്നുക എന്നുള്ളതല്ല, അതല്ല പ്രസവത്തിന് മുമ്പ് കഴിഞ്ഞ്. ഇപ്പോൾ കുഞ്ഞിന് പാല് എത്ര നേരം കൊടുക്കണം, കുഞ്ഞെണീച്ചോ, ഓ കുഞ്ഞിൻ്റെ കാര്യം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ളൊരു ഉത്തമ ഉപ്പയാണ് ഞാൻ. എന്താ എനിക്ക് ഒരു പരിഹസിക്കല്? അതിൻ്റെ ഇടയ്ക്ക് മിന്നുവിനെ പറ്റി ഓർക്കണം. മിന്നു ഉറങ്ങിയോ, മിന്നു ഭക്ഷണം കഴിച്ചോ? നമ്മൾ പിന്നെ പ്രസവം കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ മാത്രമല്ല ഉമ്മാനെയും കൂടിയാണെന്നല്ലൊരു പറയും. ഉമ്മാക്ക് ഇങ്ങനെ സന്തോഷം കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് മിന്നുവിന് ഒരു ഹാപ്പി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ ഈ പ്രസവ സുരക്ഷയിലൊക്കെ വന്നു കേട്ടോ. നമ്മളെ വീട്ടിലിപ്പോൾ പിന്നെ ഒരാളെ നിർത്തുന്നത് ഓക്കെയാണ്, പക്ഷേ ആ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ചിലർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ഇങ്ങനെ ഇതേപോലെ ഒരു ഊഞ്ഞാലും ഒക്കെ ഉള്ളൊരു സ്ഥലം, ഇപ്പോൾ ഇങ്ങനെ പ്രകൃതി രമണീയമായൊരു സ്ഥലം അല്ലേ? അപ്പോൾ അങ്ങനെ ഇവിടെ ആകുമ്പോൾ മിറ്റടിച്ച് വരണ്ട, വീട്ടിലുള്ളവരാണെങ്കിലും ആരും ഫുഡൊന്നും ഉണ്ടാക്കേണ്ട, എല്ലാ കാര്യങ്ങളും എല്ലാ സർവീസും ഇവർ തരും. നമ്മളിങ്ങനെ ജസ്റ്റ് കുറച്ച് ദിവസം നമ്മളെ മൈൻഡൊക്കെ, ബോഡി മാത്രമല്ല, ബോഡി എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഇതും നമുക്ക് കിട്ടും. അത് മാത്രമല്ല മൈൻഡും ഒന്ന് റീഫ്രഷ് ആവാനുണ്ട് അല്ലേ? കുറച്ച് സന്തോഷമായിട്ട് കുറച്ച് ദിവസം അതാ ഇവിടെ ഹാപ്പി. ഓക്കെ, എന്നാൽ നമുക്ക് പോയിട്ട് കേക്ക് തിന്നാ. വാ എണീച്ചാളെ. അവിടെ എല്ലാം അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഉപ്പയും മോളും കൂടി കേക്കും ഒക്കെ ഒരുക്കുന്നുണ്ട്. അത് ലാസിമ ഡോക്ടറെ ഉപ്പയാണ് കേട്ടോ. അടിപൊളി കേക്ക് കേട്ടോ. പിന്നെ കേക്കിൻ്റെ ഡെക്കറേഷൻ അടിപൊളിയാക്കി. വെൽക്കം ടു ആവിസന്ന. ഈ ആവിസന്നൻ്റെ അവിസന്ന ദ ഫാദർ ഓഫ് മെഡിസിൻ ആണ് അവിസന്നക്കുള്ള ബഹുമതിയായിട്ട് രോഗം കാണുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശരിക്കും ഇബ്നു സീന എന്നാണ്. 1000 കൊല്ലം മുമ്പ് ബുഖാറിൽ ജനിച്ച വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം. 250-300 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ആധുനിക മെഡിസിനിൽ പോലും MBBSകാർ പോലും അദ്ദേഹത്തിന്റെ ചില ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം പഠിക്കാനുണ്ട്. നമ്മളിത് അറബികളും നമ്മളും കൂടിയുള്ള ഒരു ആദ്യം പ്ലാൻ ചെയ്ത് അങ്ങനെയായിരുന്നു. അതിനുവേണ്ടിയാണ് ആ പേര് കൂടി അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പേരിട്ടത്. ദുബായിലൊക്കെ അവിസന്ന മെഡിക്കൽസ് ഭയങ്കര ഫേമസ് ആണ്. ആ നിലക്കാണ് നമ്മൾ ഇബ്നു സീനയുടെ എല്ലാവരും ചാർവകനും മറ്റാ കിട്ടുന്നത്. അത് അവരുടെ പേര്. അപ്പൊ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റിയ പേരെല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് അവിസന്നയുടെ പേരൊന്ന് നമ്മൾ ഉപയോഗിക്കാന്ന് വിചാരിച്ചിരുന്നു. കേക്ക് ഒരു കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് ആയിരിക്കും അല്ലേ? പിന്നെ കഴിച്ചോ? നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെ കഴിക്കാം? ഡാർക്ക് ഫോറസ്റ്റ് ആയിട്ടാണെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഇത് കറക്റ്റാ, ഇത് സെറ്റാ, ഇത് കറക്റ്റാ. അപ്പോൾ ഇങ്ങനെ ഒരു വെൽക്കമിങ് തന്നതിന് ഒരു താങ്ക് യു. പിന്നെ ഉപ്പാനോട് ഇവരെ എല്ലാവരോടും കേട്ടോ. കാരണം നമ്മൾ ഇത്രയും ഒരു കുറേ ആയിട്ട് ഒരു 9 മാസത്തോളമായിട്ട് ഒരു ഹോസ്പിറ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കേക്ക് കഴിച്ചിട്ട് നമ്മൾ ക്രിസ്മസിന് കഴിച്ചിരുന്നില്ല. അതെ, പക്ഷെ അതിങ്ങനെ ഒരു വൈബല്ലേനും. ബർത്ത്ഡേക്ക് അല്ലാണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത്. അതായത് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പം ഇനി കുറച്ച് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും പെരിന്തൽമണ്ണയിൽ. കേക്ക് കഴിച്ചോ? എന്നാലും കൈ ഫ്രീ ആവും. വല്ല ഗിഫ്റ്റ് വാങ്ങണ്ടേ? മാഷാ അല്ലാ, ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയിട്ടാ. തീരെ പ്രതീക്ഷിച്ചില്ലേന്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. നമുക്ക് ഇവിടുന്ന് ഗിഫ്റ്റും കിട്ടി. താങ്ക് യു. തീരെ പ്രതീക്ഷിച്ചില്ലേ കേട്ടോ. എനിക്കൊന്ന് പറയാനായിരിക്കുള്ളൂ. ഭയങ്കര അമ്പരപ്പായിപ്പോയല്ലേ ഇത്. ഉമ്മാൻ്റെ പേരെന്താ? സാബിറ. നിങ്ങൾ പോവാനായില്ല? ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? 4 ദിവസം അല്ലേ? ശരി. കേക്ക് ഒന്ന് സൈഡായതാ. നീക്ക് ഇനി നമുക്ക് കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ സമയമായി. എന്നാൽ ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് വരാം. ഓക്കെ, കർട്ടൻ മാറ്റിക്കോ. ഗിഫ്റ്റ് ഇത് തന്നെ.
ഗിഫ്റ്റ് ഒന്നും നോക്കാം നമുക്ക്. മാഷാ അല്ലാ, നല്ല അടിപൊളി ഡ്രസ്സാട്ടോ. പുറത്തേക്ക് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അപ്പുറത്തെ റൂമിൽ ഓരോരുത്തർ ബൈക്കുണ്ട്, ഓരോ ഈ നാട്ടുകാരനാണ്. അപ്പോൾ ഫിറോസിക്ക മൂപ്പര് പെരിന്തൽമണ്ണക്കാരനാണ്. മൂപ്പരോട് വണ്ടി വാങ്ങിയിട്ട് നമുക്കൊന്ന് പെരിന്തൽമണ്ണ അങ്ങാടി പോയിട്ട് കുറച്ച് സാധനം വാങ്ങി വരാം അല്ലേ. ഓക്കെ, പെരിന്തൽമണ്ണ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോയി വരികയെന്നല്ലാണ്ട് ഇവിടെ അങ്ങനെ ഈ അങ്ങാടിയിൽ താമസിക്കുന്ന ഇത് ആദ്യമായിട്ടാട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ പെരിന്തൽമണ്ണ ഉണ്ട്. എല്ലാവരോടും ഒരു ബിഗ് ഹായ്. നമുക്ക് ഓരോരുത്തരെ പറ്റിയുണ്ട്, ഓരോരുത്തരെ ഇങ്ങനെ കാണാം. എന്നാൽ പോയിട്ട് വരാം, കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട്.